ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ ഇക്വേഷൻസ് എങ്ങനെയാണ് നമ്മളൊരു പ്രോബ്ലംസ് എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക അതിൻ്റെ ഇക്വേഷൻസിനെ കുറിച്ചിട്ടൊക്കെയാണ്. ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ, വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ, പവറിൻ്റെ ഇക്വേഷൻ, ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമുക്കൊരു റെസിപ്രോക്കേറ്റിംഗ് പമ്പ് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. അതിൻ്റെ തിയറിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഫിഗറും നമുക്കറിയാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫിഗർ മേലെ തന്നിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മൾ ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ ഇവിടെയാണ് വാട്ടർ ലെവൽ ഉള്ളത്. ഈ വാട്ടർ തന്നെയാണ് നമ്മൾ മുകളിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ ഒരു സിലിണ്ടർ പോലുള്ള ഒരു ഭാഗം ഉണ്ടാവും, അതിൻ്റെ ഉള്ളിലൊരു പിസ്റ്റൺ ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു സക്ഷൻ വാൾവ് ഉണ്ടാവും, ഇവിടെ ഒരു ഡെലിവറി വാൾവ് ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് ഈ പറയുന്ന പിസ്റ്റണിൻ്റെ റോഡ് ഇങ്ങനെ വരുന്നു. അത് നമ്മളെ കണക്റ്റിംഗ് റോഡായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, പിസ്റ്റൺ റോഡ്. ഓക്കെ, അപ്പോൾ അത് ഒരു ക്രാങ്കായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ക്രാങ്ക് കറങ്ങുന്നതിനനുസരിച്ചിട്ട് ഈ പിസ്റ്റൺ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് വാട്ടറിനെ സക്ക് ചെയ്യും. അതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് വാട്ടർ, ഇതിൻ്റെ ഉള്ളിലുള്ള നിറയുന്ന വാട്ടർ എന്ത് ചെയ്യും, ഈ വാൾവ് തുറന്നിട്ട് ഈ വഴിക്ക് ഇങ്ങനെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ കറക്റ്റ് ഈ പറയുന്ന പിസ്റ്റണിൻ്റെ സെൻറ്ററിൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ ലെവൽ, ഇവിടുത്തെ ഈ വാട്ടർ ലെവൽ മുതൽ ഈ പിസ്റ്റൺ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസാണ് HS. ഈ പിസ്റ്റണിൻ്റെ സെൻറ്റർ മുതൽ നമ്മളെ ഡെലിവറി പൈപ്പിൻ്റെ സെൻറ്റർ വരെയുള്ള ആ ഡിസ്റ്റൻസാണ് HD. അപ്പോൾ രണ്ട് ഹെഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, സെക്ഷൻ ഹെഡും ഡെലിവറി ഹെഡും. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. റൈറ്റ്, അപ്പോൾ നമുക്ക് നമ്മളെ ഇക്വേഷൻസിലേക്ക് തന്നെ വരാം. അതായത് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ D, ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞ സിലിണ്ടർ ഉണ്ടല്ലോ, ആ സിലിണ്ടറിൻ്റെ ഡയമീറ്ററാണ് ഇത് ഇവിടെ തന്നിരിക്കുന്നത്, ക്യാപിറ്റൽ D ആയിട്ട്. A എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ പിസ്റ്റൺ. ഓക്കെ, പിസ്റ്റണിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് എന്ത്, ക്യാപിറ്റൽ A എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് സിലിണ്ടറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ നമ്മൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, π/4 d² ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത്രയും മീറ്റർ² ആണ് യൂണിറ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പം ഏരിയ എന്ന് പറഞ്ഞാൽ π/4 d² ആണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, ഇനി നമുക്ക് അതിൽ അറിയുന്ന വാല്യൂസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്മോൾ r എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ ക്രാങ്ക്. ഓക്കെ, നമ്മൾ ആ ഫിഗർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ക്രാങ്കിൻ്റെ റേഡിയസ്, ഈ പറയുന്ന സ്മോൾ r എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പറയുന്ന ഈ റേഡിയസ്, ക്രാങ്കിൻ്റെ റേഡിയസിനെയാണ് സ്മോൾ r എന്ന് പറയുക. അടുത്ത് n എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ദ ക്രാങ്ക്. അപ്പോൾ ഈ പറയുന്ന ക്രാങ്ക് ഇങ്ങനെ കറങ്ങുന്ന സ്പീഡ്, ആ സ്പീഡാണ് എന്ത്, n എന്ന് പറയുന്നത്. അത് RPM-ലാണുള്ളത്. പിന്നെ ലെങ്ത് ഓഫ് സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പിസ്റ്റൺ ഇവിടുന്ന് മുതൽ ബാക്കോട്ടേക്ക് എത്ര വരുന്നു, ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് എത്ര പോകുന്നു. ഓക്കെ, ഐ മീൻ ആ പറയുന്ന ഡിസ്റ്റൻസ് ആണ്. അത് കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിസ്റ്റണിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കുമല്ലോ. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, ലെങ്ത് ഓഫ് സ്ട്രോക്ക് എന്ന് പറയുക. അത് എത്രയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്രാങ്കിൻ്റെ റേഡിയസ്, ഓക്കെ, ഇവിടെ ഒരു R ഉണ്ടാവും, ഇവിടെ ഒരു R ഉണ്ടാവും. അപ്പോൾ 2R ആയിരിക്കും എന്ത്, ആ പറയുന്ന വാല്യൂ വരിക. ഓക്കെ, ഇത് ബാക്കോട്ടേക്ക് ഇത് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ഓക്കെ, ഈ പിസ്റ്റൺ മൂവ് ചെയ്തിട്ട് എവിടം വരെ എത്താം, ഇവിടം വരെ ഇതിന് വരാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്രാങ്ക് ഇവിടുന്ന് തൊട്ടിട്ട് ഈ പോയിൻ്റ് ഇവിടെ ആയിരിക്കും ഏറ്റവും എൻഡ് പോയിന്റിൽ. ഈ പിസ്റ്റൺ ഏറ്റവും എൻഡ് പോയിന്റിൽ നിൽക്കുമ്പോൾ ഈ പോയിന്റ് ഇവിടെ ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ കറങ്ങി ഇങ്ങനെ മുകളിലേക്ക് വന്ന് ഒരു 6 ഇവിടെ എത്തുമ്പോഴത്തേക്കും ഒരു 6 ഈ ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ടാവും, 6. അത് കഴിഞ്ഞ് ഇവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴത്തേക്കും ഈ പോയിന്റ് കറങ്ങിയിട്ട് തിരിച്ച് ഇവിടെ എത്തുമ്പോഴത്തേക്കും അടുത്തൊരു 6 കൂടെ കറങ്ങും. അങ്ങനെ 6ഉം ഈ 2 6ഉം കൂടെ കൂടുമ്പോൾ 2R. ആ 2R ഡിസ്റ്റൻസ് ഇവർ കവർ ചെയ്യുന്ന സമയം കൊണ്ട് ഈ പറയുന്ന പിസ്റ്റൺ ഏറ്റവും റൈറ്റ് വാർഡ്സിൽ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ അടുത്ത 2R കൊണ്ട് ഇത് ലെഫ്റ്റ് സൈഡിലെത്തും, ഏറ്റവും എക്സ്ട്രീം പോയിന്റിലെത്തും ലെഫ്റ്റിൽ. ഓക്കെ, അപ്പോൾ അതാണ് L എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്, 2R എന്ന് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ HS എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു, ഹൈറ്റ് ഓഫ് ദ സെൻറ്റർ ഓഫ് ദ സിലിണ്ടർ എബോവ് ദ ലിക്വിഡ് സർഫേസ് ഇൻ സമ്പ്. അതിനെ നമ്മൾ പറയാം സെക്ഷൻ ഹെഡ് എന്നാണ്. ഓക്കെ, ദെൻ HD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഹൈറ്റ് ടു വിച്ച് ദ ലിക്വിഡ് ഈസ് റേസ്ഡ് എബോവ് ദ സെൻറ്റർ ഓഫ് ദ സിലിണ്ടർ. ഓക്കെ, എത്രത്തോളം ഹൈറ്റിലേക്കാണ് വാട്ടറിനെ റേസ് ചെയ്യേണ്ടത്, അതിനെയാണ് നമ്മൾ പറയുക. അതിന് നമ്മൾ പറയുന്ന പേര് ഡെലിവറി ഹെഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ടേംസൊക്കെ ഒന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ ഈ പറയുന്ന ഇക്വേഷൻസ് വളരെ കൃത്യമായിട്ട് അങ്ങ് പഠിച്ചു വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലമാണിത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ ഡിസ്ചാർജിൻ്റെ ഇക്വേഷനാണ് ആദ്യം ഉള്ളത്. ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ALN/60. ഈ ഇക്വേഷൻ അതേപോലെ തന്നെ പഠിക്കുക, വേറെ അതിൻ്റെ ഡെപ്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇക്വേഷൻ മാത്രം ജസ്റ്റ് പറയുകയാണ്. Q = ഏരിയ ഇൻറ്റു
എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് സ്ട്രോക്ക് ഇൻറ്റു എൻ ഡിവൈഡഡ് ബൈ 60. അത് സിംഗിൾ ആക്ടിങ് ആണെന്നുണ്ടെങ്കിൽ, സിംഗിൾ ആക്ടിങ്ങും ഡബിൾ ആക്ടിങ്ങും രണ്ട് കണ്ടീഷൻ ഉണ്ട് റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്. അപ്പം ആ സിംഗിൾ ആക്ടിങ് ആണെങ്കിൽ ALN/60 ആയിരിക്കും ഉണ്ടാവുക. ഡബിൾ ആക്ടിങ് ആണെങ്കിൽ 2 × ALN/60 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഡബിൾ ആക്ടിങ് ആണെങ്കിൽ ഒരു 2 കൂടെ എക്സ്ട്രാ കയറി വരും. ഓക്കെ, അപ്പോൾ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ഇക്വേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് നമ്മൾ റൈറ്റ് സൈഡിലായിട്ടാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് വർക്ക് ഡൺ പെർ സെക്കൻഡിൻ്റെ ഇക്വേഷനാണ് ആവശ്യമായിട്ടുള്ളത്. ആ വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇക്വേഷൻ ഒരു ചെറിയ ALN/60, ആ ഇക്വേഷനിൽ ഒരു ചെറിയ ആഡിങ് വരും. WALN/60 ഇൻറ്റു HS + HD. ഓക്കെ, HS + HD എന്ന് പറയുമ്പോൾ സക്ഷൻ ഹെഡ്, ഇത് ഡെലിവറി ഹെഡ്, അത് രണ്ടും കൂടെ കൂടുമ്പോൾ ടോട്ടൽ ഹെഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം WALN/60, ഇവിടുത്തെ W എന്ന് പറഞ്ഞാൽ റോ ഇൻറ്റു G ആയിരിക്കും. സ്പെസിഫിക് വെയിറ്റ് ആണ് ഈ പറയുന്ന W എന്ന് പറയുന്നത്. ഓക്കെ, അത് സിംഗിൾ ആക്ടിങ് ആണെങ്കിൽ WALN/60 ഇൻറ്റു HS + HD എന്ന് വരും. ഡബിൾ ആക്ടിങ് ആണെങ്കിൽ ഇക്വേഷനിൽ ചെറിയ മാറ്റം ഉണ്ടാവും. ഈ പറയുന്ന ഇക്വേഷനോട് കൂടിയിട്ട് ഒരു 2 ഇൻറ്റു കൊടുത്താൽ മതി. അതായത് 2 WALN/60 HS + HD. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ പമ്പ്. ഓക്കെ, അതായത് പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ പമ്പ് എന്ന് പറയുന്ന സമയത്ത് P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WALN/60 ഇൻറ്റു HS + HD എന്ന് പറയുന്ന നമ്മളുടെ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ. ഈ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷനെ ബൈ 1000 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവറായി. ഓക്കെ, അപ്പോൾ നമ്മൾ WALN/60 ഇൻറ്റു HS + HD ഈ ഒരു ബൈ 1000 എടുക്കുക. ഓക്കെ, അപ്പോൾ അത്രയും കിലോ വാട്ടിലാണ് എന്തുണ്ടാവുക, പവർ ഉണ്ടാവുക. അതായത് നമുക്ക് ഈ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് വർക്ക് ഡൺ കിട്ടും. അതിനെ ബൈ 1000 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പവർ കിട്ടും. അങ്ങനെ ആലോചിച്ചാലും മതി. അപ്പോൾ സിംഗിൾ ആക്ടിങ് ആണെങ്കിൽ അങ്ങനെ, ഈ ഡബിൾ ആക്ടിങ് ആണെങ്കിലോ ഈ പറയുന്ന വാല്യൂ കണ്ടുപിടിക്കുക, വർക്ക് ഡണ്ണിൻ്റെ വാല്യൂ, അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഇക്വേഷൻ വൈസ് പറയുന്ന സമയത്ത് 2 WALN/60 HS + HD ഈ പറയുന്ന വാല്യൂ അതേമാതിരി ഇവിടെ എടുക്കുക. 2 WALN/60 ഇൻറ്റു HS + HD ഡിവൈഡഡ് ബൈ ഒരു 1000 കൂടെ കൊടുത്താൽ കിലോ വാട്ടിൽ നമുക്ക് പവറിൻ്റെ ഇക്വേഷനായി. അപ്പം പവർ എന്താണെന്നുള്ളത് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഡിസ്ചാർജ് എന്താണെന്ന് അറിയാം, വർക്ക് ഡൺ എന്താണെന്ന് അറിയാം, പവർ എന്താണെന്നുള്ളത് അറിയാം. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വേറെ 2 കാര്യങ്ങൾ കൂടെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്ന ഒരു വാല്യൂ. ഓക്കെ, അതായത് ദ റേഷ്യോ ബിറ്റ്വീൻ ആക്ച്വൽ ഡിസ്ചാർജ് ആൻഡ് തിയറിറ്റിക്കൽ ഡിസ്ചാർജ് ഈസ് നോൺ ആസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ ഡിസ്ചാർജ് ബൈ തിയറിറ്റിക്കൽ ഡിസ്ചാർജ്. ആക്ച്വൽ ഡിസ്ചാർജിനെ കാണിക്കാൻ ആക്ച്വൽ എന്നുള്ള ACT എന്ന് പറഞ്ഞിട്ട് താഴെ എഴുതും. അതേപോലെ ഡിവൈഡഡ് ബൈ തിയറിറ്റിക്കലിനെ കാണിക്കാൻ TH താഴെ എഴുതും. ഓക്കെ, അപ്പോൾ CD എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഡിവൈഡഡ് ബൈ തിയറിറ്റിക്കൽ ആണെന്നുള്ളത് ഓർമ്മ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് 2 Q വന്നത്? ആക്ച്വൽ ഡിസ്ചാർജ്, തിയറിറ്റിക്കൽ ഡിസ്ചാർജ്, ഇങ്ങനെ 2 എണ്ണം. തിയറിറ്റിക്കൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. പലതരത്തിലുള്ള ലോസസും അതേമാതിരി തന്നെ പലതരത്തിലുള്ള ലീക്കേജസും പലതരത്തിലുള്ള ഇംപെർഫെക്ഷൻ ഓപ്പറേഷൻ ഓഫ് വാൾവ്സ് അതൊന്നും കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ മീൻസ് എന്താ പറയുക, വർക്ക് ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള വാൾസൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ പലതരത്തിലുള്ള ലോസസ് കാരണം നമുക്ക് തിയറിറ്റിക്കലി നമ്മൾ കണ്ടുപിടിച്ച അത്രയും ഡിസ്ചാർജ് നമുക്ക് കിട്ടണം എന്നില്ല. അപ്പോൾ കുറച്ച് കുറവായിരിക്കും ആക്ച്വൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് 2 ഡിസ്ചാർജ് വരാനുള്ള കാരണം. അപ്പോൾ ആ പറയുന്ന എന്താണ് ഡിസ്ചാർജിൻ്റെ, അതായത് റേഷ്യോ ആണ് ഇത്, അതായത് ആക്ച്വൽ ഡിസ്ചാർജിൻ്റെയും തിയറിറ്റിക്കൽ ഡിസ്ചാർജിൻ്റെയും ഒരു റേഷ്യോ, ആ റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുക, കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് നമ്മൾ പറയാം. അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് അറിയേണ്ട ഒരു ടേമാണ് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് എന്താണ് തിയറിറ്റിക്കൽ ഡിസ്ചാർജ്, എന്താണ് ആക്ച്വൽ ഡിസ്ചാർജ് എന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറിറ്റിക്കൽ മൈനസ് ആക്ച്വൽ ആണ്. ഓക്കെ, തിയറിറ്റിക്കലായിട്ട് കിട്ടുന്ന ഡിസ്ചാർജ് എത്രയാണെന്നുള്ളത് നോക്കുക, പിന്നെ ആക്ച്വൽ എത്രത്തോളം ഡിസ്ചാർജ് ഉണ്ട് നോക്കുക. ഇതിന് രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസിനെയാണ് നമ്മൾ സ്ലിപ്പ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, ഇനി ഇതിനെ പെർസെൻറ്റേജ് വൈസിൽ നമുക്കൊന്ന് വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഈ സ്ലിപ്പിന് എങ്ങനെയല്ല സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുക, ബട്ട് സ്ലിപ്പ് മോസ്റ്റ്ലി എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജ് സ്ലിപ്പ്. ഓക്കെ, പെർസെൻറ്റേജ് സ്ലിപ്പിൻ്റെ ടേംസിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ പെർസെൻറ്റേജ് സ്ലിപ്പിൻ്റെ ടേമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറിറ്റിക്കൽ മൈനസ് ആക്ച്വൽ ഡിവൈഡഡ് ബൈ തിയറിറ്റിക്കൽ ഇൻറ്റു 100. ഓക്കെ, ആ രീതിയിൽ നമുക്ക് ഇക്വേഷനെ ചെറുതായിട്ടൊന്ന് മാറ്റുകയാണ്. അതായത് ഇവിടെയുള്ള സ്ലിപ്പ്, അതായത് തിയറിറ്റിക്കൽ മൈനസ് ആക്ച്വൽ ഡിവൈഡഡ് ബൈ
ഇതിൻ്റെ ഏതാണ് തിയററ്റിക്കൽ വാല്യൂ ഏതാണെന്ന് നോക്കുക. വലിയ വാല്യൂ ഏതാണോ അതിനെക്കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്യൂ തിയററ്റിക്കൽ ഇൻറ്റു 100 ഇതും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പെർസെൻറ്റേജ് ഓഫ് സ്ലിപ്പ് എന്ന് കിട്ടും. അതിനെ വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റി എഴുതാം. ക്യൂ തിയററ്റിക്കൽ കട്ടായി പോകും. അപ്പോൾ അവിടെ 1 വരും. ഇവിടെ ക്യൂ ആക്ച്വൽ ഡിവൈഡഡ് ബൈ ക്യൂ തിയററ്റിക്കൽ എന്നുള്ളത് വരും ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ക്യൂ ആക്ച്വൽ ബൈ ക്യൂ തിയററ്റിക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. അത് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 1 - CD ഇൻറ്റു 100 അതായിരിക്കും എന്ത് പെർസെൻറ്റേജ് ഓഫ് സ്ലിപ്പ്. നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഞാൻ ഈ പറയുന്ന ബോക്സിൽ വരച്ചതാണ്. ആ ബോക്സിൽ വരച്ചിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇക്വേഷനാണ് ഈ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് അവിടെ പ്രത്യേകമായിട്ട് അറിയാനുള്ള ഒരു കാര്യം. ഓക്കെ, ദെൻ അടുത്തതായിട്ട് അതിൽ പറയാനുള്ളത് ഒരു നെഗറ്റീവ് സ്ലിപ്പിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് സ്ലിപ്പ് എന്ന് പറയുന്നത് ചില സമയത്ത് ഒക്കെയർ ചെയ്യും. സാധാരണ കേസിലൊക്കെ എപ്പോഴും എന്താണ് ക്യൂ ആക്ച്വൽ എന്ന് പറയുന്നത് ക്യൂ തിയററ്റിക്കലിനെക്കാട്ടും വളരെ കുറവായിരിക്കും. ഓക്കെ, പക്ഷേ ചില കേസുണ്ട്. ആ കേസിൽ എന്താ പറയുക, ഈ ക്യൂ ആക്ച്വൽ എന്ന് പറയുന്നത് ക്യൂ തിയററ്റിക്കലിനെക്കാട്ടും എന്തായിരിക്കും കൂടുതലായിരിക്കും. അങ്ങനെ വരുന്ന ചില റെയർ കേസസ് ഉണ്ട്. ഓക്കെ, ആ റെയർ കേസസ് വരുന്ന സമയത്ത് സ്ലിപ്പ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുക ഒരു നെഗറ്റീവ് വാല്യൂ ആയിട്ടാണ് കിട്ടുക. അതായത് ക്യൂ ആക്ച്വൽ എന്ന് പറയുന്നത് ക്യൂ തിയററ്റിക്കലിനെക്കാട്ടും വലിയ വാല്യൂ ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്ലിപ്പിൻ്റെ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ലിപ്പിൻ്റെ വാല്യൂ ഒരു നെഗറ്റീവ് വാല്യൂ ആയിട്ട് കിട്ടും. അത് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കവിടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ സ്പീഡിൽ വർക്ക് ചെയ്യുന്ന ഒരു പമ്പ്, അതിൻ്റെ സെക്ഷൻ പൈപ്പ് എന്ന് പറയുന്നത് വളരെ ലോങ് ആയിരിക്കണം. അതേപോലെ തന്നെ അതിൻ്റെ എന്താ പറയുക ഡെലിവറി പൈപ്പ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആയിരിക്കണം. അങ്ങനെയുള്ളൊരു കേസിൽ ഒരു മൊമെൻറ്റം കൊണ്ട് തന്നെ ഈ പറയുന്ന എന്താണ് വാൾവ് ഓപ്പണിംഗ് കുറച്ച് നേരത്തെ നടക്കും. ഡെലിവറി സ്ട്രോക്ക് നടക്കുന്നതിന് മുമ്പ് തന്നെ വാൾവ് ഓപ്പണിംഗ് നടക്കാനുള്ളൊരു ചാൻസ് അവിടെ ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്താണ് ഈ പറയുന്ന നെഗറ്റീവ് സ്ലിപ്പ് നമുക്ക് ആക്ട് ചെയ്യുന്നത്. നെഗറ്റീവ് സ്ലിപ്പ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോബ്ലത്തിലേക്ക് ഒന്ന് പോവുകയാണ്. നമ്മളെ ഇക്വേഷൻസ് വെച്ച് നമ്മളതൊന്ന് ജസ്റ്റ് നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എ സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഹാസ് എ പ്ലഞ്ചർ diameter 250 mm and stroke 350 mm. If the speed of the pump is 60 rpm and it delivers 16.5 liter per second of water against a section head of 5 meter and delivery head of 20 meter, find the theoretical discharge, coefficient of discharge, the slip, the percentage slip of the pump and power required to drive the pump. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കാണേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ തന്ന വാല്യൂസൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ്. ഹാസ് എ പ്ലഞ്ചർ, ഡയമീറ്റർ എന്ന് പറയുന്നത് 250 mm. അപ്പോൾ ഡി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡി നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 250 mm ആണ്. അത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക 0.25 മീറ്റർ. ഓക്കെ, ആൻഡ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എൽ ആണ്. എൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 350 mm ആണ്. ഓക്കെ, അപ്പോൾ ആ എൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതാ ഇവിടെ തന്നിട്ടുണ്ടാവും. നമ്മളത് നോട്ട് ചെയ്തിട്ടുണ്ടാവുക. എല്ലിൻ്റെ വാല്യൂ 350 mm ആണ്. ഓക്കെ, ദെൻ നമുക്ക് എല്ലിൻ്റെ വാല്യൂ നമുക്കിവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്, 350 mm ആണ്. അത് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. സ്ട്രോക്ക് ലെങ്ത്ത് എൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 350 mm അല്ലെങ്കിൽ 0.35 ആണെന്നുള്ളത്. നിങ്ങൾക്ക് പ്ലഞ്ചറിൻ്റെ ഡയമീറ്റർ ഡി എന്ന് പറഞ്ഞാൽ 250 mm 0.25 മീറ്റർ എന്ന് കിട്ടിയത് കൊണ്ട് ഏരിയ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ആ പ്ലഞ്ചറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ അല്ല സിലിണ്ടറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ π/4 d² ആണ്. π/4 × 0.25ൻ്റെ സ്ക്വയർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ ഏരിയ എത്രയെന്നുള്ളത് കിട്ടും. ഇനി അതിൻ്റെ ലെങ്ത്ത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഡാറ്റാസ് ഓരോന്നായിട്ടൊന്ന് നോക്കാം. എന്തൊക്കെ വാല്യൂസാണ് തന്നിരിക്കുന്നത് നോക്കാം. ഇഫ് ദ സ്പീഡ് ഓഫ് ദ പമ്പ് ഈസ് 60 rpm എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സ്പീഡ് ഓഫ് ദ പമ്പ് ഈസ് 60 rpm. സ്പീഡ് ഓഫ് ദ പമ്പ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക എന്താണ്, എൻ എന്ന് പറയുന്നതാണ് എന്ത് 60 rpm ആയിട്ട് വരുന്നത് അല്ലേ. ഇവിടെ എൻ എന്ന് പറയുന്നത് 60 rpm ആണ്. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ ബാക്കിയൊന്ന് നോക്കി നോക്കുക. എന്താണ്, ആൻഡ് ഇറ്റ് ഡെലിവേഴ്സ് 16.5 ലിറ്റർ പെർ സെക്കൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ആൻഡ് ഇറ്റ് ഡെലിവേഴ്സ് 16.5 ലിറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലിറ്ററിനെ മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ബൈ 1000 ചെയ്യാണ് വേണ്ടത് അല്ലേ. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്കിവിടെ നോക്കാം. നമ്മൾ ആ എന്താണ് വാല്യൂ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറയുന്ന ക്യൂ ആക്ച്വലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 16.5 ലിറ്റർ പെർ സെക്കൻഡാണ്. ബൈ 1000 ചെയ്യുക. അപ്പോൾ 0.0165 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലേക്ക് നമ്മളതിനെ മാറ്റിയിട്ടുണ്ട്.
പിന്നീട് നമുക്ക് അവിടെ തന്നിരിക്കുന്ന ഡാറ്റാസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സെക്ഷൻ ഹെഡിൻ്റെ വാല്യൂ അല്ലേ. സെക്ഷൻ ഹെഡ് എന്ന് പറയുന്നത് എത്രയാണ്? 5 മീറ്ററും ഡെലിവറി ഹെഡ് എന്ന് പറയുന്നത് 20 മീറ്ററുമാണ്. അപ്പോൾ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് നോട്ട് ചെയ്യാം. സെക്ഷൻ ഹെഡിൻ്റെ വാല്യൂ 5 മീറ്ററും ഡെലിവറി ഹെഡിൻ്റെ വാല്യൂ 20 മീറ്ററുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, നിങ്ങളെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വാല്യൂസ് നിങ്ങൾക്ക് തന്ന വാല്യൂസാണ്. ഇനി നിങ്ങൾക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇത് വെച്ചിട്ട് നമുക്ക് അവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് തിയറിറ്റിക്കൽ ഡിസ്ചാർജ് എത്രയെന്നുള്ള ഫൈൻഡ് ദ തിയറിറ്റിക്കൽ ഡിസ്ചാർജ്. അത് കഴിഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ്. ഓക്കെ, അത് കഴിഞ്ഞാൽ സ്ലിപ്പ് കണ്ടുപിടിക്കണം, പെർസെൻറ്റേജ് ഓഫ് സ്ലിപ്പ് കണ്ടുപിടിക്കണം, പിന്നെ പവർ റിക്വയർഡും കണ്ടുപിടിക്കണം, എല്ലാ വാല്യൂസും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ആദ്യം തന്നെ നമുക്ക് തിയറിറ്റിക്കൽ ഡിസ്ചാർജ് എങ്ങനെയാണ് കാണുക. തിയറിറ്റിക്കൽ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ നമുക്ക് ബൈ ഹാർട്ടായിട്ട് അറിയാം. ALN/60 എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഏരിയ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചതാണ്. L എന്ന് പറഞ്ഞാൽ ഓൾറെഡി അറിയുന്നതാണ്, N-ഉം ഓൾറെഡി അറിയുന്നതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിൽ. ഓക്കെ, അതാണ് Q തിയറിറ്റിക്കൽ എന്ന് പറയുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ Q ആക്ച്വൽ ഡിവൈഡഡ് ബൈ Q തിയറിറ്റിക്കലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ Q ആക്ച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? Q ആക്ച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ് അതിൻ്റെ ഡിസ്ചാർജ് എന്നുള്ളത് അല്ലേ. 16.5 ലിറ്റേഴ്സ് പെർ സെക്കൻഡാണ് അതിൻ്റെ ഡിസ്ചാർജ് വരുന്നത്. അപ്പം 0.0165 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആയിരിക്കും ഡിസ്ചാർജ് വരിക. അപ്പോൾ അതിൻ്റെ തിയറിറ്റിക്കൽ ഡിസ്ചാർജ് എവിടെ നിന്ന് കിട്ടും? തിയറിറ്റിക്കൽ ഡിസ്ചാർജ് നമ്മളിപ്പോൾ ഇവിടെ ഇക്വേഷൻ ഇട്ടിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 0.0172 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്നുള്ളത്. അപ്പോൾ Q ആക്ച്വൽ ബൈ Q തിയറിറ്റിക്കൽ ചെയ്യാം. അപ്പോൾ 0.0165 ഡിവൈഡഡ് ബൈ 0.0172 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 9.959 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് 95.9% ആണ് അതിൻ്റെ CD എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ CD നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ നോട്ട് ചെയ്ത് വെക്കുക, 0.959 എന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ Q തിയറിറ്റിക്കൽ മൈനസ് Q ആക്ച്വൽ ആണ്. അപ്പോൾ Q തിയറിറ്റിക്കൽ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്. 0.0172 മൈനസ് Q ആക്ച്വലിൻ്റെ വാല്യൂ നിങ്ങൾ ഓൾറെഡി അറിയുന്ന വാല്യൂ ആണ്, നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടത്. ഓക്കെ, Q ആക്ച്വൽ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം 0.0165. ഓക്കെ, അതായത് 0.165 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്, ഇതാണ് Q ആക്ച്വൽ. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0.0007 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്നുള്ള ആൻസറിലേക്ക് സ്ലിപ്പിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് പെർസെൻറ്റേജ് സ്ലിപ്പാണ്. ഈ പെർസെൻറ്റേജ് സ്ലിപ്പ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇക്വേഷൻ എന്തായിരുന്നു? Q തിയറിറ്റിക്കൽ മൈനസ് Q ആക്ച്വൽ ഡിവൈഡഡ് ബൈ Q തിയറിറ്റിക്കൽ ഇൻറ്റു 100 ആണ്. അപ്പോൾ Q തിയറിറ്റിക്കൽ ഇൻറ്റു Q ആക്ച്വൽ നിങ്ങൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. ആ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ Q തിയറിറ്റിക്കലിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, Q ആക്ച്വലിൻ്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബൈ Q തിയറിറ്റിക്കലിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ ഇതാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇത് Q തിയറിറ്റിക്കലാണ്, ഇത് Q ആക്ച്വലാണ്, ഡിവൈഡഡ് ബൈ Q തിയറിറ്റിക്കലാണ് ഈ വാല്യൂ, ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ എന്ന് പറയുന്നത് 4.07% എന്നുള്ള രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതാണ് പെർസെൻറ്റേജ് സ്ലിപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് വേണ്ടത് അതിൻ്റെ പവർ റിക്വയർഡും കൂടെ വേണം. അപ്പോൾ ഞാനിതിൻ്റെ റൈറ്റ് സൈഡിലെ പേജിലാണ് ഞാനിത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ റൈറ്റ് സൈഡിലേക്ക് വരികയാണ്. ഇവിടെ നമുക്ക് പവർ റിക്വയർഡ് കാണാനുള്ള ഇക്വേഷൻ നമുക്കിവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പവർ റിക്വയർഡ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WALN/60 × HS + HD ആണ്. ഇക്വേഷൻ നമുക്ക് അറിയുന്നതാണ്. ഇതിനുള്ള W നമുക്കറിയുന്ന വാല്യൂ ആണ്, ഏരിയ നമുക്കറിയാം, L അറിയാം, N അറിയാം, ഇത് 60 അറിയാം, HS സക്ഷൻ ഹെഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, HD ഡെലിവറി ഹെഡും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എല്ലാ വാല്യൂസും അറിയുന്നതാണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അതൊന്ന് സോൾവ് ചെയ്തെടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ അതിൽ പറയാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതേ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ താഴെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അതായത് ഈ ALN/60 എന്ന് പറഞ്ഞാൽ Q തിയറിറ്റിക്കൽ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് W × Q തിയറിറ്റിക്കൽ × HS + HD എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മൾ പവറിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടാവുക, WALN/60 HS + HD. ഓക്കെ, നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ ചിലപ്പോൾ വാട്ടിലായിരിക്കും. വാട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് പവർ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കിലോ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടുന്നത് വാട്ട്സിലായിരിക്കും. ബൈ 1000 ചെയ്തിട്ട് അതിനെ കിലോ വാട്ടിലേക്ക് മാറ്റണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ പവർ ആവുകയുള്ളൂ. ഓക്കെ, മറ്റേത് വർക്ക് ഡൺ ആണ്. ഈ പറയുന്ന ഇക്വേഷൻ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷനാണ്. അതിനെ ബൈ 1000 എടുത്താലാണ് പവർ കിട്ടുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു പ്രോബ്ലം കൂടി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് കൃത്യമായിട്ട് വായിക്കാം.
ഇവിടെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എ സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഓപ്പറേറ്റിംഗ് അറ്റ് 120 RPM ഹാസ് എ പിസ്റ്റൺ ഡയമീറ്റർ 200 mm. ഓക്കെ, അപ്പോൾ ഇവിടെ 120 RPM വർക്ക് ചെയ്യുന്നത്. അപ്പോൾ N എന്ന് പറഞ്ഞാൽ 120 RPM, പിസ്റ്റൻ്റെ ഡയമീറ്റർ 200 mm. അപ്പോൾ D എന്ന് പറഞ്ഞാൽ 200 mm. അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ സ്ട്രോക്ക് എത്രയാണ്? സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത് 300 mm. അപ്പോൾ L എന്ന് പറഞ്ഞാൽ 300 mm ആണ്. അതിന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വെക്കുക. ഓക്കെ, ദെൻ ക്വസ്റ്റ്യനിൽ പറയുന്നത് ദ സക്ഷൻ ആൻഡ് ഡെലിവറി ഹെഡ്സ്, അതായത് HS-ഉം HD-യും ഓക്കെ 4 മീറ്ററും 20 മീറ്ററുമാണ്. അപ്പം HS 4 മീറ്റർ, HD എന്ന് പറഞ്ഞാൽ 20 മീറ്റർ. ഓക്കെ, അപ്പോൾ രണ്ടുമായി റെസ്പെക്റ്റീവ്ലി. ഇഫ് ദ എഫിഷ്യൻസി ഓഫ് ബോത്ത് സക്ഷൻ ആൻഡ് ഡെലിവറി സ്ട്രോക്സ് ഈസ് 75%. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ്? 75% ആണ്. അതായത് എഫിഷ്യൻസി സക്ഷൻ്റെതും ഡെലിവറീൻ്റെയും കൂടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 0.75 ആണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദ എഫിഷ്യൻസി ഓഫ് ബോത്ത് സെക്ഷൻ ആൻഡ് ഡെലിവറി സ്ട്രോക്സ് ഈസ് 75%. ഓക്കെ, ഡിറ്റർമൈൻ ദ പവർ റിക്വയർഡ് ബൈ ദ പമ്പ്. എത്രത്തോളം പവർ അവിടെ വേണം എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ കാര്യങ്ങളൊക്കെ അറിയാം. ഇവിടെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, N അറിയാം, D അറിയാം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ഏരിയ എന്ന് പറഞ്ഞാൽ π/4 D² ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ പവറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, W × Q തിയററ്റിക്കൽ × HS + HD. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനോട് കൂടിയിട്ട് എഫിഷ്യൻസിനെയും കൂടെ ഡിവൈഡ് ചെയ്യണം. ഇവിടെ നമുക്ക് കംപ്ലീറ്റ്ലി എഫിഷ്യൻ്റ് അല്ല എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് 100 വാട്ട് പവർ കിട്ടുകയാണെങ്കിൽ, ശരിക്കും കിട്ടേണ്ടതെങ്കിൽ അതിൽ 75 നമുക്ക് കിട്ടുള്ളൂ. അതാണ് ഇതിൻ്റെ അർത്ഥം. എഫിഷ്യൻസി എന്ന് പറയുന്നത് 0.75 ആണ് എന്നുള്ളതിൻ്റെ അർത്ഥം അതാണ്. 100 വാട്ട് പവർ കിട്ടേണ്ട സ്ഥലത്ത് നമുക്ക് എത്രയേ കിട്ടുള്ളൂ? 75 കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ പവറിനെ എന്ത് ചെയ്യണം? നമ്മളെ കണ്ടുപിടിക്കുന്ന പവറിൻ്റെ ഇക്വേഷനിൽ നിന്ന് എഫിഷ്യൻസിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ വരുന്ന സമയത്ത് WQ തിയററ്റിക്കൽ HS + HD ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. എവിടെ നിന്നാണ് ഈ ഇക്വേഷൻ വന്നതെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ തൊട്ട് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. WQ തിയററ്റിക്കൽ HS + HD ആ ഇക്വേഷൻ തന്നെയാണ്. Q തിയററ്റിക്കൽ HS + HD ബൈ ഒരു എഫിഷ്യൻസിയും കൂടെ ആഡ് ആയിട്ടുണ്ട് ഈ പവർ. കാരണം ഇവിടെ തന്നിട്ടുണ്ട് എഫിഷ്യൻസി, അതിനെ കൊണ്ടാണ്. ഇല്ലെങ്കിൽ എഫിഷ്യൻസി നോട്ട് ചെയ്യേണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് Q തിയററ്റിക്കൽ എങ്ങനെ കണ്ടുപിടിക്കും? ALN/60 ആണ്. ഓക്കെ, അപ്പോൾ അതുവഴി നമുക്ക് Q തിയററ്റിക്കൽ കാണാം. അപ്പോൾ അവിടെ ഏരിയ എന്ന് പറഞ്ഞാൽ π/4 D² ആണ്. അതിൻ്റെ വാല്യൂ ആണിത്. പിന്നുള്ളത് L എന്ന് പറഞ്ഞാൽ 0.3, N എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 120 RPM എന്നറിയാം, 120 ആണെന്ന് എടുത്തിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 60 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു വാല്യൂ കിട്ടും. ഇതാണ് Q തിയററ്റിക്കൽ. ഈ വാല്യൂ എടുത്തിട്ട് നേരെ എന്ത് ചെയ്യുക? ഇവിടെ കൊണ്ടുപോയിട്ട് Q തിയററ്റിക്കലിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ρ × G, അതായത് 9810 ആയിരിക്കും W എന്ന് പറയുന്നത്, അല്ലേ? അതായത് W എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി × G. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 1000, G എന്ന് പറഞ്ഞാൽ 9.81. അപ്പോൾ അതുകൊണ്ട് തന്നെ 9.81 × 1000, അപ്പോൾ 9810 ആയിരിക്കും W എന്ന് പറയുന്ന വാല്യൂ. പിന്നെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കറിയാം 0.75 ആണ്. അപ്പോൾ നമ്മൾ ആ വാല്യൂ കൊടുക്കുക. അപ്പോൾ 9810 ആയിരിക്കും W എന്ന് പറയുന്നത്. Q തിയററ്റിക്കലിൻ്റെ വാല്യൂ എത്രയാണ്? 0.0188 ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. പിന്നെ ഉള്ളത് HS-ൻ്റെ വാല്യൂ നിങ്ങൾക്ക് 4 ആണെന്ന് അറിയാം. HD-ൻ്റെ വാല്യൂ 20 ആണെന്ന് അറിയാം. അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡിവൈഡഡ് ബൈ എത്രയാണ്? 0.75. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത് വാട്ട്സിൽ എന്ത് കിട്ടും? ഒരു വാല്യൂ കിട്ടും. ആ വാട്ട്സിലുള്ള കിട്ടുന്ന വാല്യൂവിനെ ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിലോ വാട്ടിലുള്ള പവർ ആവും. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ നമുക്കൊരു എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു ടേം തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എഫിഷ്യൻസി തന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഡെലിവറിൻ്റെയും സെക്ഷൻ്റെയും മൊത്തത്തിലുള്ള എഫിഷ്യൻസി നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ പവറിൻ്റെ ഇക്വേഷനിൽ എഫിഷ്യൻസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രോബ്ലം നമുക്കിവിടെ ജസ്റ്റ് നോക്കാം. അതായത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആദ്യം നമുക്കൊന്ന് വായിക്കാം. എ ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് റണ്ണിങ് അറ്റ് 40 RPM എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം N എന്ന് പറയുന്നത് എത്രയാണ്? 40 RPM ആണെന്ന് മനസ്സിലായി. ഓക്കെ, N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 40 RPM ആണ്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇറ്റ് ഈസ് ഡിസ്ചാർജിങ് 1 m³ ഓഫ് വാട്ടർ പെർ മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഡിസ്ചാർജിങ് എന്ന് പറയുന്നത് എത്ര?